hello, good morning. വോയിസ് ഓവർ അല്ലാതെ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് സെറ്റാവുന്നില്ല. ഇതിപ്പോൾ എത്രാമത്തെ ടേക്കാന്ന് എനിക്കൂടി അറിയില്ല. എന്നാലും ഫൈനലി ഞാൻ എൻ്റെ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിപ്പം കറൻറ്റ്ലി എൻ്റെ വീട്ടിലല്ല, ലെനിൻ്റെ വീട്ടിലാണ്. ഒരു എൻഗേജ്മെൻറ്റിന് വന്നതാണ് ചേച്ചിയുടെ. അപ്പം ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മൾ കാലത്ത് എണീറ്റ് വന്നപ്പോൾ തന്നെ വിൻസിയാൻ്റെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നല്ല കിഡിലിന് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ചപ്പാത്തിയും ബീഫും മുട്ട പുഴുങ്ങിയതും പയറ് വിളയിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂരത്തെ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സ്വർഗ്ഗമാണ്. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ഒച്ചെടുത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വയറ് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പൂച്ചിയുടെ വീട്ടിൽ നിന്ന് പോകണമായിരുന്നു. മാത്രമല്ല ഇവർക്ക് എന്തൊക്കെയോ പർച്ചേസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഹിയർ കംസ് മൈ ഫൈനൽ ലുക്ക് ഗൈസ്. പിന്നെ ഒരു കണ്ണാടി കണ്ട പ്രസനം കാണിക്കാതെ പോകാൻ പറ്റൂലല്ലോ. പിന്നെ വിൻസെന്റ് വരുന്നില്ലായിരുന്നു. ഞാനും ലേനുവും മിന്നും അപ്പായും പിന്നെ റിയ ചേച്ചിയും കൂടി ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്നായിരുന്നു കേട്ടോ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ശരിക്കും എനിക്ക് എന്റെ ഫാമിലി പോലെയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ അപ്പുറം ഞങ്ങളുടെ ബ്രൈഡ് റിയ ചേച്ചി. അപ്പൊ ആദ്യം തന്നെ റിയ ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഇസ് അവർ പൂച്ചി ഫാത്തിമ ഗൈസ്. നമ്മൾ നേരെ അവിടുന്ന് പൂച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്താ, ദിവനെയും കൂടി കാണാനാണ് കേട്ടോ. ഇതാണ് പൂച്ചിയുടെ പ്രാണനായ ഗുജി. പിന്നെ ലോങ് വീഡിയോ എടുത്ത് വലിയ ശീലമില്ലാത്തോണ്ടുള്ള അറിവുകേടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നത് എനിക്ക് കൂടി അറിയില്ല. പിന്നെ നമുക്ക് പൂച്ച നല്ല അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അത്തച്ചിനെ വഴി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, അതൊരു വലിയ കഥയായിരുന്നു. സത്യം പറഞ്ഞാൽ തുറക്കാത്തൊരു കടയിലാണ് കേട്ടോ ഞങ്ങൾ ഈ കയറി മന്തി കഴിക്കുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മന്തി വാസ് ഫോർ ഫ്രീ. സോ അപ്പോൾ നമ്മൾ അതിൻ്റെതായ പോളിംഗ് നടത്തിയിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ ഫ്രീ ആണെന്ന് അറിയാതാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് ഒന്നും അറിയാതെ പൊട്ടന്മാരെ പോലെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ കോയിലോണി കയറി ഒരു ഫലൂദ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പത്തനാപുരം പോയി ഞാൻ ഈ കട സ്കിപ്പ് ചെയ്യാറേയില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് ഇവിടെ പോകുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ആയിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പൊന്ന് കൈസ് ഒന്നും പറയണ്ട, ഇന്നൊരു ഫണ്ട് ആയിരുന്നു. നമ്മുടെ പൂച്ചയുടെ വീട്ടിൽ പോയിട്ട് മന്തി കഴിക്കാന്ന് പറഞ്ഞ് ഒരു കടയിൽ പോയി, പുതിയൊരു കടയിൽ. അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞു ഇന്ന് മന്തി ഇല്ല, സോഫ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കത്തിയില്ല എന്താ സംഭവം. നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചിട്ട് കൊണ്ട് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോൾ തൊട്ടൊരു അപാകത, എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പോലെ. അതേ ഇങ്ങനെ കയറി കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്യാതൊക്കെ മന്തി കൊണ്ട് വെക്കുന്നത് അറിയത്തില്ല. അപ്പോഴേ മനസ്സിലായി എന്തോ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. വൻ ചിരി ചിരിച്ച് ഒരു രക്ഷയില്ല. അതെല്ലാം കഴിഞ്ഞ് എന്നാൽ പിന്നെ ഞങ്ങളുടെ മനസ്സിലപ്പോഴും ഇത് ഫ്രീ ആയിട്ടാണോ കഴിക്കാൻ ഒരു ഡൗട്ട് ഉണ്ട്. എന്നിട്ട് നമ്മളെ മനസ്സിൽ ഇല്ല പേ ചെയ്യണമായിരിക്കും. അത് കഴിഞ്ഞ് പേ ആവേണ്ട അവർ മന്തി ഇഷ്ടപ്പെട്ടോ, പിന്നെ മന്തി ഇഷ്ടപ്പെട്ടു, എന്നാൽ ശരിയെന്ന്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി എന്നിട്ടൊന്നും തിരിച്ചു വിളിക്കുന്നില്ല. അപ്പോഴും മനസ്സിലായി ഇന്ന് അവിടെ ലൈറ്റ് ആയിട്ടുള്ള ഇനാഗ്രേഷൻ ആയിരുന്നു, സോഫ്റ്റ് ലോഞ്ച്. നമ്മൾ ഫ്രീ ആയിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മന്തി കഴിച്ചു. കൊള്ളായിരുന്നു, നൈസ് എക്സ്പീരിയൻസ്. മന്തി കഴിച്ച് എൻ്റെ പൊന്നോ കിളി പോറി നിൽക്കുക. ഇനി നമുക്ക് നാളെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. എനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ ഇടുമോ എന്നുള്ളത്, കാരണം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ ഒരു വീഡിയോ തന്നെ എത്ര ടേക്ക് എടുത്തിട്ട് എടുക്കുന്നതെന്നറിയോ, അത് നോക്കാം. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും വിൻസെൻ്റിക്ക് കുറച്ച് അധികം ചെടി കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മിന്നുൻ്റെ കൂടെ. പിന്നെ കുറച്ച് നേരം ബ്ലാക്കിനെ കഴിച്ചിട്ട് അവനോട് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ നാളത്തേക്ക് വേണ്ടി, നാളെ മീൻസ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ നമുക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ അതിന് ഡാൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു കേട്ടോ നൈറ്റ് ഫുള്ള്. നാളെ കുളമാവും, സ്റ്റെപ്പ് ഒന്നും ഓർമ്മയില്ല. പറഞ്ഞത് പച്ച പരമാർത്ഥാണ്. നമ്മൾ സ്റ്റെപ്പെല്ലാം തമാശ രീതിക്ക് പഠിച്ചുകൊണ്ടായിരുന്നു, ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നിന്റെ മുടി സ്ട്രേറ്റ് ചെയ്ത് വെക്കാണ് നാളെ എളുപ്പമുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ തലേദിവസം തന്നെ സ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം ബോറിംഗ് ഒക്കെ ആണെന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ തലയിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുഖത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ടാകുന്ന സ്ലീപ്പിംഗ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ പ്രസനോട് നിർത്തുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.